നോമ്പ് തുറക്കുന്ന സമയത്ത് വെറൈറ്റി പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടിലൻ ഐറ്റാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് 3 പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നീളത്തിലുള്ള പൊട്ടാറ്റോ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഇനി ഇത് സാധാ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വെള്ളം വാർത്തെടുക്കാം. ഈ ഒരു സമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ പീസുകൾ ഇതിലേക്ക് ഇട്ടിട്ട് ഹാഫ് കുക്കാക്കിയിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് 2 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സവാളൊക്കെ ഏകദേശം ഒന്ന് ആയി വന്നാൽ ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് മസാലയുടെ പച്ചമണക്കം മാറി വന്നാൽ ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചിക്കനൊക്കെ ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കയ്യിൽ കുറച്ച് ചീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമായത് കാരണം ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോയുടെ ബാക്കി ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ കൂട്ടിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഹാഫ് വേവാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉള്ളിലൂടെ ആയിട്ട് ഇതുപോലെ കയറ്റി കൊടുക്കാം. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ബൗളിൽ 1 കോഴിമുട്ട, പാകത്തിന് ഉപ്പ്, ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് എടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ പൊട്ടി പോകുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മൈദയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ സ്നാക്കായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.